അധികം ആൾക്കും ഈ ഒരു കൈപ്പക്ക കറി എന്ന് പറയുമ്പോഴേ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഇല്ല, ഇത് കഴിക്കാൻ പറ്റൂല എന്നൊക്കെ ആയിരിക്കുമല്ലേ വിചാരം. പക്ഷെ അങ്ങനല്ല കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം ഈ ഒരു കറി ഉണ്ടാക്കിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നിങ്ങൾ ഈ ഒരു കറി തന്നെ ഉണ്ടാക്കി കഴിക്കൂട്ടോ. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ വീട്ടിലിപ്പോൾ അധികം ഈ ഒരു കൈപ്പക്ക കറി തന്നെയാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള കൈപ്പക്ക എടുത്തിട്ട് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ പാവക്കാന്നും പറയാറുണ്ട് കേട്ടോ. രണ്ടും സംഭവം ഒന്ന് തന്നെയാണ്. എന്നിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ഒരു അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ഒരു കൈപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇങ്ങനെ നമ്മൾ വഴറ്റി വെക്കുമ്പോൾ ഒരു കയ്പും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ വിചാരിക്കും ഇത്രയും കൈപ്പൊക്കൻ്റെ കയ്പ് ഉണ്ടാവില്ലേന്ന്, പക്ഷെ ഒട്ടും കയ്പില്ലാത്തൊരു കറിയാണ് കേട്ടോ. 5 മിനിറ്റ് നമ്മൾ വഴറ്റി കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് മീഡിയം സൈസുള്ള ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് മൂടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇത് ഏകദേശം വഴന്നിട്ടുണ്ടാവും. അപ്പോഴേക്ക് നമുക്ക് ഇതിനെ മൂടി ഒന്ന് തുറക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എരിവിന് അധികം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവ് കുറച്ച് കൊടുക്കുക കേട്ടോ. പക്ഷെ ഇത് ഓവർ എരിവൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അത് ഞാൻ പിന്നെയും പറയാം. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ ഒരു സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, നമുക്കിങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് തോന്നും കേട്ടോ. ചോറ് ഇങ്ങനെ കഴിക്കാനായിട്ട് തോന്നും. പിന്നെ നമുക്കതിൽ ഉപ്പേരിയും കാര്യങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുറക്കുമ്പോഴേക്ക് ഇത് വെന്തിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് നമുക്കൊരു നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പുളി എടുത്തിട്ട് ഇത് നല്ലപോലെ പിഴിഞ്ഞിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും. പിന്നെ അതിൻ്റെ കൂടെ അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു ടൈമിലാണ് നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർക്കേണ്ടത്. ആദ്യം നമ്മൾ വാട്ടുമ്പോഴോ ഒന്നും ഉപ്പിടേണ്ട ആവശ്യമില്ല. ഈ ഒരു വെള്ളത്തിലോട്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ടൊന്ന് മൂടിക്കൊടുക്കുക. കയ്പ്പൊക്കെയാണ് നല്ല കയ്പ്പുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഓവറിലധികം പുളി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഞാൻ ഈ ഒരു പറഞ്ഞ അളവിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് ഏകദേശം സെറ്റായി കിട്ടും. ഇനി ഇതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു തേങ്ങയുടെ പകുതി, ഒരു 4-5 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ പെരുംജീരകം, അതായത് വലിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അതിട്ട് കൊടുത്തിട്ട് പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. അരക്കുമ്പോൾ നല്ല പോലെ അരച്ചെടുക്കണം കേട്ടോ. അതായത് ഒരു തേങ്ങ ഇതിലുണ്ട് എന്നുള്ളത് നമ്മൾ അറിയാൻ പാടില്ല. അത്രയും നല്ല സോഫ്റ്റായിട്ട് നല്ല ഇതായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ. അത് ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടും. എന്നാലേ ആ ഒരു കൈപ്പക്കക്കറിൻ്റെ പക്കാ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്ക് നമ്മൾ ഈ ഒരു മൂടി വെച്ചിട്ടുള്ള കൈപ്പക്ക ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതായത് വെന്ത് വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അത് വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് എടുത്തിട്ട് ഇതൊന്നിങ്ങനെ ഞെക്കി നോക്കാം. അപ്പോൾ നല്ല പോലെ വെന്തിട്ടുണ്ടാവും കേട്ടോ. കാരണം നമ്മൾ എണ്ണയിൽ വഴറ്റിയിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. എന്തോന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്ക് ഉപ്പും ജസ്റ്റ് ഒന്ന് നോക്കാം, ഉപ്പുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലോട്ട് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ടൈം തിളക്കാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ആ ഒരു തേങ്ങൻ്റെ അരപ്പ് ഇങ്ങനെ പൊങ്ങി വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. കാരണം നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പിരിഞ്ഞ ആ ഒരു അവസ്ഥയിലാകും. അപ്പോൾ നമുക്ക് ജസ്റ്റ് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയാണ് ഇതിക്കുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കേട്ടോ. മറ്റൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് ഇട്ട് കൊടുക്കുക, ഉലുവ ഇട്ട് കൊടുക്കുക. അതൊക്കെ പൊട്ടി വരുമ്പോൾ നമ്മുടെ ഈ ഒരു ചുമന്ന മുളക് 2-3 ഇട്ട് കൊടുക്കുക കേട്ടോ. അതായത് നമ്മുടെ വറ്റൽമുളകാണ് കേട്ടോ. എന്നിട്ടൊരു 8-10 ചെറിയ ഉള്ളി ജസ്റ്റ് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഈ ഒരു ചുമന്ന മുളക് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റിയിട്ട് ഈ ഒരു ചെറിയ ഉള്ളിയും കൂടെ കട്ട് ചെയ്തത് ഇതിലോട്ട് ആഡ് ചെയ്യുക. നമ്മുടെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് നല്ലപോലെ ഒന്ന് മുരിച്ചെടുക്കുക. നല്ല ക്രിസ്പി ആവണ്ട, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് നമുക്കിതാ ഈ ഒരു കൈപ്പക്ക കറിയിലോട്ട് ഇത് ആഡ് ചെയ്യുക കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതുപോലെ നല്ല ഈ ഒരു ടേസ്റ്റ് ഇതിലോട്ട് കൊണ്ടുവരുന്നത് ഈ ഒരു സംഭവമാണ്. ഈ ഒരു കൂട്ട് നമ്മൾ അതിലോട്ട് മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റും ആ കറി ഉണ്ടാവില്ല കേട്ടോ. ഇതാണ് ആ ഒരു കറി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യുന്ന ഒരു ടിപ്സ് എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അത് കൈപ്പക്ക കറി ആവില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കറിയാവും. അപ്പോൾ ഇത് ചേർത്താലാണ് നല്ല അടിപൊളി കറിയാവുന്നത്. അത് കാര്യം ഈ ഒരു കറി ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. ഉണ്ടാകാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.